ഇലന്തൂർ നരബലി കേസിൽ പ്രതിഭാഗം അഭിഭാഷക സംഘം കൃത്യം നടന്ന വീട് സന്ദർശിച്ചു. വിചാരണ തുടങ്ങുന്നതിന് മുന്നോടിയായാണ് ഇലന്തൂരിലെ വീട്ടിലെത്തിയത്. വിചാരണ കോടതിയുടെ പ്രത്യേക അനുമതിയോടുകൂടിയാണ് സംഘത്തിന്റെ സന്ദർശനം. പ്രവീൺ പുരുഷോത്തമനുണ്ട് വിവരങ്ങൾ നൽകാൻ. പ്രവീൺ, ഇപ്പോൾ ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്താണ്? ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ഇലന്തൂർ നരബലി കേസിൽ ഈ വാദികൾക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകർ ഇന്ന് ഈ സംഭവ സ്ഥലം സന്ദർശിച്ചത്. വിചാരണ കോടതിയുടെ പ്രത്യേക അനുമതിയോടുകൂടിയായിരുന്നു സന്ദർശനം. അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നുള്ള അഭിഭാഷകരും ഈ വീട് ഇന്ന് സന്ദർശിച്ചു. പ്രധാനമായും ഈ മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ ഒരു പരിശോധന എന്നുള്ള നിലയിലാണ് അഭിഭാഷക സംഘം ഇരുവിഭാഗത്തിന് വാദിഭാഗത്തിന്റെയും പ്രതിഭാഗത്തിന്റെയും അഭിഭാഷകർ അവിടെ എത്തിയത്. അവർ ഏകദേശം ഒരു 45 മിനിറ്റോളം ഇലന്തൂർ നരബലി കേസ് ആ വിവാദമായിട്ടുള്ള സംഭവം നടന്ന ഭഗവത് സിംഗിന്റെ ആ വീട് നോക്കിക്കണ്ടു. നമുക്കറിയാം, നേരത്തെ ഏറെ വിവാദമായിട്ടുള്ള ഒരു സംഭവം കൂടിയായിരുന്നു. നേരത്തെ 2 തവണ സർക്കാർ ഈ ഒരു കേസിൽ അഭിഭാഷകരെ നിയോഗിച്ചിരുന്നു. പക്ഷേ അവർ പിന്മാറുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഏതായാലും പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഒരു അഭിഭാഷകനുണ്ട്. അഡ്വക്കേറ്റ് KP പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള 6 അംഗ പ്രതിഭാഗം അഭിഭാഷക സംഘമാണ് ഇന്നിപ്പോൾ രാവിലെ അവിടെ സന്ദർശിച്ചത്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വാദിഭാഗം അഭിഭാഷകരും അവിടെ ഈ കാര്യങ്ങളൊക്കെ നേരിൽ നോക്കി കണ്ടിട്ടുണ്ട്. ഏതായാലും വിചാരണ ഇനി തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. അതിന്റെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് ഇനി കടക്കുകയാണ്. ഭഗവത് സിംഗ്, ഒപ്പം തന്നെ ഭാര്യ ലൈല, മുഹമ്മദ് ഷാഫി, ഈ 3 പേരും ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. ഇലന്തൂർ നരബലി കേസ് നടന്നിട്ടിപ്പോൾ 3 വർഷം പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും വിചാരണ തുടങ്ങിയിട്ടില്ല. ഉടൻ തന്നെ വിചാരണ തുടങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ അഭിഭാഷക സംഘം ഈ കൃത്യം നടന്ന ആ വീട് സന്ദർശിച്ചത്. അവിടെ വിശദമായിട്ടുള്ള അവർ നോക്കിക്കാണുകയും ചെയ്തു. അവിടെ തിരുമശാലയുണ്ടായിരുന്നു. ആ തിരുമശാലയും ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള സ്ഥലം കൂടിയാണ്. ഈ ഭഗവത് സിംഗിന്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലമാണ് തിരുമശാല. അവിടെയും അതിനകത്തെ മുറികളും ഒക്കെ നോക്കി കണ്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ഓക്കെ. വിചാരണ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു സന്ദർശനമാണിത്. വിവരങ്ങളാണ് പ്രവീൺ പുരുഷോത്തമൻ നൽകിയത്.